بسم الله الرحمن الرحيم ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സംസാരിക്കല്ലോ അവിടുന്ന്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പെരുന്നാൾ നമസ്കാരത്തിന് ഒത്തുചേരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു തക്ബീർ ഇന്നും നാളെയും മറ്റന്നാളുമായി അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 അസ്ർ വരെ ഈ തക്ബീർ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി. ഈ പെരുന്നാൾ സുദിനത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർ ശബ്ദത്തോടുകൂടി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട തക്ബീർ ധ്വനികളാണിത്. ആ തക്ബീറിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് നമ്മളെല്ലാം യഥാർത്ഥ മുസ്ലിങ്ങളായി മാറുന്നത്. ആ നിലക്ക് ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ചെറിയ പെരുന്നാള് അല്പം ഭയവും ആശങ്കകളുമൊക്കെയായി ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആഘോഷിച്ചിരുന്നത്, നമസ്കരിച്ചിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാട്ടിലുള്ളവരും അല്പം ശാന്തമായി, നമ്മുടെ മനസ്സും സ്വസ്ഥമായി നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭീതിയുമായി ബന്ധപ്പെട്ട കാർമേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം നമ്മിൽ നിന്ന് നീക്കി തരുമാറാവട്ടെ. നമ്മളെ ബാധിച്ചിട്ടുള്ള ആ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം മുക്തി, മോക്ഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് മഹത്തായ ഒരു ചരിത്ര സ്മരണ ഓർത്തെടുക്കുന്ന ദിവസമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും മഹിതമായ മാതൃകകളെ ഓർത്തെടുത്തുകൊണ്ടാണ് ഓരോ പെരുന്നാളുകളും ആഘോഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ലോകത്ത് ഹജ്ജിനു വേണ്ടി നാനാഭാഗത്ത് നിന്ന് മക്കയിലെത്തി ഇന്ന് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹാജിമാർ, അവർക്കുള്ള വിളി പോയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെയായിരുന്നു. ഇബ്രാഹിം, നീ വിളിച്ചു പറയുക, ആളുകൾ മലമടക്കുകൾ താണ്ടി മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് കയറി ഈ മക്കയിലേക്ക് എത്തിക്കൊള്ളും എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ ആരോരും അടുത്തില്ലാതെ, ആരോരും കേൾക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ആ ആഹ്വാനം മുഴക്കിയപ്പോൾ ആ ആഹ്വാനത്തിന്റെ ഉത്തരം എന്ന നിലയ്ക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിനായ വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനെത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ കൊണ്ടു നടന്ന, എത്രയോ വർഷമായി കൊണ്ടു നടന്ന അവരുടെ ആഗ്രഹങ്ങളാണ് പൂവണിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അറഫ സംഗമവും അവരുടെ മിനയിലെ കർമ്മങ്ങളും അവരുടെ ഹജ്ജിന്റെ എല്ലാ അമാലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയതുപോലെ മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആ വിശുദ്ധ ഗേഹത്തിൽ നിന്ന് മടങ്ങാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എന്റെ കൂട്ടുകാരൻ ഖലീലുള്ളാ എന്ന് വിളിച്ച ഏക പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓരോ ദിവസവും മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും നാമം ഉരുവിടുന്നതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റേതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് കഴിഞ്ഞാൽ നാം പറയുന്നത് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്നാണ്. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ രക്ഷ ചൊരിഞ്ഞതുപോലെ ഈ പ്രവാചകന്റെ മേലും രക്ഷ ചൊരിയണമേ. അല്ലാഹുവേ, ഇബ്രാഹീമിന്റെ മേലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മേലും നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ അല്ലാഹുവേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മേലും നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് ദിനം പ്രതി നാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർത്തെടുക്കുമ്പോൾ വാർദ്ധക്യത്തിലും നിരാശപ്പെടാതെ സന്താനലബ്ധിക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവാചകനെയാണ് ഇബ്രാഹീമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലഭിക്കപ്പെട്ട കുഞ്ഞിനെ എനിക്ക് ബലിയെറുക്കണം, എന്റെ മാർഗത്തിൽ ബലിയെറുക്കണം എന്ന കൽപ്പനയുണ്ടായപ്പോൾ നിരാശ ഏതുമില്ലാതെ അത് ഏറ്റെടുക്കാൻ തയ്യാറായ പ്രവാചകനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൊള്ളുന്ന ആ പരീക്ഷണത്തെയും ശങ്കയേതുമില്ലാതെ ഏറ്റെടുത്ത പ്രവാചകനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ നാം ദർശിക്കുന്നത്. ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും, ഇബ്രാഹിം എന്ന ഒറ്റയാൻ, ഇബ്രാഹിം എന്ന വ്യക്തിയായിരുന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ പ്രവാചകനെ വിശേഷിപ്പിച്ചത് ഉമ്മത്ത് എന്നായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. ഇബ്രാഹിം എന്ന മഹാനായ പ്രവാചകൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന് കീഴൊതുങ്ങി നേരായ പാതയിലൂടെ സഞ്ചരിച്ച ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമൂഹമായിരുന്നു എന്ന പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കടന്നു വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവാചകന്മാർക്കിടയിൽ ഉലുൽ അസ്മുകളായി എണ്ണപ്പെട്ട 5 പ്രവാചകന്മാരുടെ പേരുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരെണ്ണപ്പെടുകയാണ്. സ്വകുടുംബവും ജനതയും ഭരണാധികാരിയും ശത്രുപക്ഷത്ത് നിലകൊണ്ടിട്ടുപോലും പതറാതെ ദഅവത്ത് നിർവഹിച്ച പ്രവാചകനെയാണ് ഇബ്രാഹിമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുമെന്നുറപ്പായിട്ട് പോലും തവക്കുലിന്റെ കരുത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് ഇബ്രാഹിമിലൂടെ കാണാൻ സാധിക്കുന്നത്. ആ ജനത ഒന്നടങ്കം പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലയോ സമൂഹമേ, ഇബ്രാഹീമിനെ തീക്കുണ്ടാരത്തിലെറിഞ്ഞ് നിങ്ങൾ കരിച്ചു കളയുക, അങ്ങനെ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് പോലും റബ്ബിനാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട പ്രവാചകനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. റഹ്മാനായ റബ്ബ് പറയുന്നു തീയോട്, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. അല്ലയോ അഗ്നിയെ, ഇബ്രാഹീമിന് നീ രക്ഷയേകുക, ഇബ്രാഹീമിന് നീ തണുപ്പേകുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന ആ തീയുടെ മേൽ, അഗ്നിയുടെ മേൽ നടപ്പാവുകയാണ്. സുരക്ഷിതമായി തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം കഴിയുകയാണ്, സുരക്ഷിതമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഹജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടാക്കുമ്പോ
ഇബ്രാഹിം, അവരെ നീ അവിടെ നിർത്തുക, നീ മടങ്ങുക എന്ന കൽപ്പനയുണ്ടായപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും വിധേയനാകുന്ന പ്രവാചകൻ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം, എന്റെ കൽപ്പനയ്ക്ക് നീ പൂർണ്ണമായും കീഴൊതുങ്ങുക, എന്റെ കൽപ്പനയ്ക്ക് നീ പൂർണ്ണമായും വിധേയമാവുക എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിമിന്റെ നാവിൽ നിന്ന് വന്ന വാക്ക് ഒന്നേ ഒന്നായിരുന്നു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, നിന്റെ കൽപ്പന എത്ര വലുതാണെങ്കിലും, എത്ര പരീക്ഷണങ്ങൾ നിറഞ്ഞതാണെങ്കിലും, എത്ര തീക്ഷ്ണമാണെങ്കിലും അതിനെല്ലാം പൂർണ്ണമായും ഞാനിതാ വിധേയമായിരിക്കുന്നു. ആ മഹിതമായ ഇബ്രാഹീമി മില്ലത്തിനെ നെഞ്ചേറ്റുവാൻ, ഏറ്റെടുക്കുവാൻ, മാതൃകയാക്കുവാനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നത്. റസൂലുള്ളയോട് പ്രഖ്യാപിക്കാൻ റബ്ബ് പറയുകയാണ്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖയ്യിമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഇബ്രാഹീമിന്റെ ഹനീഫായ മില്ലത്തിനെ താങ്കൾ ഏറ്റെടുക്കുക, താങ്കൾ പിൻപറ്റുക. സഹോദരങ്ങളെ, ആ മഹിതമായ മില്ലത്തിൽ നിന്ന് പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്കൊരുപാടുണ്ട്. ഇന്നത്തെ കാലികമായ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ആ പ്രവാചകന്റെ ജീവിതവും ഇന്നത്തെ സാഹചര്യവും ഒരുപാട് സാമ്യതകളുണ്ട്. ഇബ്രാഹീമിന്റെ രക്തത്തിനു വേണ്ടി അന്ന് ദാഹിച്ച നമ്രൂദും അവന്റെ പടയാളികളും അന്ന് പ്രശംസിക്കപ്പെട്ടു, അവർ പ്രകീർത്തിക്കപ്പെട്ടു. സത്യവും നീതിയും അന്ന് വലിച്ചെറിയപ്പെട്ടു. ഇന്നിന്റെ സാഹചര്യം നോക്കിയാലും നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. സമാധാനപരമായ ഒരന്തരീക്ഷത്തിൽ ജീവിക്കാനോ പ്രബോധനം ചെയ്യാനോ അവസരം ലഭിച്ച പ്രവാചകനായിരുന്നില്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചുറ്റുപാടുകളും ഭയപ്പെടുത്തലുകളായിരുന്നു. പിതാവിൽ നിന്ന് തുടങ്ങി ഭരണാധികാരിയും നിയമ സംവിധാനങ്ങളും കൂടെ കഴിഞ്ഞ ജനതയും അദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെയെല്ലാം നേരിട്ടത് ഉറച്ച ഈമാനിന്റെയും തവക്കുലിന്റെയും കരുത്തിലായിരുന്നു. അത് ശത്രുവിന്റെ സർവതന്ത്രങ്ങളെയും ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കി. ഇന്ന് നമ്മൾ അറിയേണ്ടത്, നമുക്ക് ചുറ്റും ഇസ്ലാമോ ഫോബിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തലുകളുമായി ശത്രുക്കൾ നാടുകൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും വട്ടമിട്ടു പറന്നുകൊണ്ടിരിക്കുകയാണ്. പരിഹാരം ഇബ്രാഹീമി മില്ലത്ത് എന്താണെന്നറിയുക, അതിനെ നെഞ്ചോടുത്ത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുമ്പോൾ രസകരമായി കേട്ടിരിക്കാൻ ഉള്ള ഒരു കഥ അതിലുണ്ടെങ്കിലും ഒരു കഥയല്ല പ്രിയമുള്ളവരെ, മറിച്ച് ജീവിച്ച് കാണിക്കലാണ് ഇബ്രാഹീമി മില്ലത്ത് എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും ഹസ്ബി അല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ കരുത്തു നേടലാണ് ഇബ്രാഹീമി മില്ലത്ത് എന്ന് പറയുന്നത്. പ്രതിസന്ധികളിൽ വിളിക്കേണ്ടത് ഷേഖന്മാരെയോ അതല്ലെങ്കിൽ തങ്ങന്മാരെയോ ബീവിമാരെയോ അല്ലെങ്കിൽ സഹാബത്തിനെയോ പ്രവാചകനെയോ അല്ല, യാ അല്ലാ എന്ന് ഏത് പ്രതിസന്ധിയിലും വിളിക്കാൻ തയ്യാറായ ഒരു ഉമ്മത്താണ് എങ്കിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന് ഈ മില്ലത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൗർബല്യം കാണിച്ചുകൊണ്ടോ നിരാശപ്പെട്ടിരിക്കുകയോ അല്ല ഇബ്രാഹീമി മില്ലത്ത് എന്ന് പറയുന്നത്. എന്റെ നാട് ഇങ്ങനെയാണ്, എന്റെ ഭരണകൂടം അങ്ങനെയാണ്, പ്രശ്നങ്ങളാണ്, ഭീതിയാണ്, പ്രയാസമാണ്, എന്താകുമെന്നറിയില്ല. അതല്ല ഒരു വിശ്വാസിയുടെ മനസ്സ്. മറിച്ച് ഖുർആൻ പറയുന്നു, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആളുകൾക്കുള്ള ആയത്താണ്. വലാ തഹ്സനൂ, വിശ്വാസികളെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ ദൗർബല്യം കാണിക്കേണ്ടതില്ല. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഏറ്റവും ഔന്നത്യമുള്ള ആളുകൾ. ഇൻ കുൻതും മുഅ്മിനീൻ, ഒരു ഷർത്തോടുണ്ട്. ആ ഷർത്ത് എന്താ? നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ മുവഹിദുകളാണെങ്കിൽ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അധികാരത്തിന്റെ വമ്പു പറഞ്ഞു വന്നവർക്കെല്ലാം റബ്ബ് നൽകിയത്, കാലം നൽകിയത് നിന്യതയുടെ പതനങ്ങളായിരുന്നു. ഫിർഔനിൽ നമ്മൾ കാണുന്നതാണ്.
നമ്രൂദിൽ നമ്മൾ കാണുന്ന അതാണ്. കേവലം ഒരു ഈച്ചയെ കൊണ്ടാണ് നമ്രൂദിന്റെ പതനം അല്ലാഹു നടത്തിയത് എന്ന് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വർഗീയ ശക്തികളുടെ നാശവും മതേതരത്വത്തിന്റെ ഉയിർപ്പും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, കേവലം വാക്കുകളാവരുത് നമ്മുടെ ജീവിതം. ത്യാഗനിർഭരമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ചരിത്രം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. നാം ആവുക എന്നതാണ് പ്രധാനം. അതിന് ഇബ്രാഹീമി മില്ലത്ത് നമുക്ക് പ്രചോദനവും കരുത്തുമായി മാറുമാറാവട്ടെ. ജീവിതത്തെ വിശുദ്ധീകരിക്കുക. ഈ പെരുന്നാളിന് ഇവിടെ ഇന്ന് നമസ്കരിക്കാം എന്നാഗ്രഹിച്ചിരുന്ന എത്രയോ ആളുകൾ 6 അടി മണ്ണിലേക്ക് യാത്രയായി കഴിഞ്ഞു. ആ മരണത്തെപ്പറ്റിയുള്ള ചിന്ത അത് നമ്മുടെ മനസ്സൊന്ന് പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ നിന്റെ ജീവിതത്തിൽ നീ എന്താണ് ചെയ്യുക എന്നോ എവിടെ വെച്ചാണ് നിന്റെ അന്ത്യനിമിഷമെന്നോ നിനക്കറിയില്ല. ആ ബോധത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശുപത്രികളിൽ കഴിയുന്ന ആളുകളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, തങ്ങൾ എന്താണ് ചെയ്തതെന്നറിയാതെ തടവറയ്ക്കുള്ളിൽ കഴിയുന്നവരുണ്ട്. ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കപ്പെട്ട് പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നവരുണ്ട്. നമ്മളിവിടെ ഈ പെരുന്നാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ തെരുവുകളിൽ ടെന്റുകളിൽ അഭയാർത്ഥികളായി കഴിയുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, അവരെ ഓർക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ, എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ, മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. വീഴ്ചകളെ റബ്ബ് സുബ്ഹാൻ പരിഹരിച്ചു തരുമാറാവട്ടെ. നാളെ പരലോകത്ത് റബ്ബിന്റെ മഹ്ശറിൽ സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا